Welcome back, dear students. Let us discuss feminism now. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ രണ്ട് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാം. ദ ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് ഫെമിനിസം ഈസ് someone, male or female, who believes in social, political and economical ഇക്വാലിറ്റി ബിറ്റ്വീൻ ദ സെക്സസ്. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ലേമൻ സെൻസിലുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എല്ലാ ഡെഫിനിഷനൊന്നും ഈ കുറഞ്ഞ സമയത്തിൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫെമിനിസം ക്യാൻ ഓൾസോ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ മൂവ്മെൻറ്റ്, a revolution that includes women and men who wish the world to be equal without boundaries. ഈ ലോകം അതിരുകളില്ലാതെ പുരുഷൻ്റേതും സ്ത്രീകളുടേതുമാണ് എന്ന് വിശ്വസിക്കുന്ന സമൂഹം അല്ലെങ്കിൽ വിശ്വസിക്കുന്ന വിപ്ലവകരമായിട്ടുള്ളൊരു ചിന്താഗതിയെയാണ് ഫെമിനിസം എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഈ ഡെഫിനിഷൻ പഠിക്കുക. ഫ്രഞ്ച് ഭാഷയിലെ ഫെമിനിസം എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് ഫെമിനിസം എന്ന് പറയുന്ന ടേം ഉണ്ടായിട്ടുള്ളത്. അത് ഒറിജിനേറ്റ് ചെയ്തത് മിഡ് 1800s. ഇറ്റ് ഡിഡൻറ്റ് ബിക്കം പോപ്പുലർ അൺടിൽ 1960s. ആദ്യ കാലഘട്ടങ്ങളിൽ വിമൻസ് ഗ്രൂപ്പൊക്കെ ഇതിന് ഉപയോഗിച്ചിരുന്ന ടേം വിമൻസ് ലിബറേഷനിസ്റ്റ് എന്നായിരുന്നു. അവർ തന്നെ പിന്നെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നൊരു ടേം. പിന്നീടാണത് ഫെമിനിസ്റ്റ് എന്നായി മാറിയത്. ഇനി നമുക്ക് പറയാനുള്ളത് വേവ്സ് ഇൻ ഫെമിനിസമാണ്. വേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തിരമാല അല്ലേ? അപ്പം കടലിൽ നിന്ന് വരുന്ന ഓരോ അലകൾ പോലെയാണ് ഓരോ കാലഘട്ടത്തിലും ഫെമിനിസം വീശി അടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേവ്സ് ഇൻ ഫെമിനിസം. കാലഘട്ടത്തിനെ സൂചിപ്പിക്കാനാണ്. ടൈപ്സും വ്യത്യാസം ഉണ്ടാവുക. ഓരോ സമയത്തും അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കൂടി വരും. അപ്പം അതിനെ സൂചിപ്പിക്കാനാണ് വേവ്സ് ഇൻ ഫെമിനിസം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം. It is driven by a combination of social and economic forces. The first organized feminist political activism involved campaigns for വോട്ട് ആൻഡ് ഇക്വാലിറ്റി. അന്ന് വോട്ടവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം വോട്ടവകാശത്തിന് വേണ്ടിയിട്ടും സമത്വത്തിന് വേണ്ടിയിട്ടുമായിരുന്നു ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസം. ഓക്കെ, next is second wave of feminism. In 1960s, during the second wave of feminism, a remarkable event in the human history has happened: the end of patriarchy. പുരുഷാധിപത്യം അവസാനിച്ചു എന്നുള്ള രീതിയിലുള്ള ക്യാമ്പയിൻസ് ആയിരുന്നു സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ ഉയർന്നു കേട്ടത്. അതുമാത്രമല്ല, കോൺട്രാസെപ്റ്റീവ് പിൽ എന്ന് പറയുന്ന ഗർഭനിരോധന മരുന്നുകളുടെ ഒരു കണ്ടുപിടുത്തവും കൂടെ ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ട്. അതും സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു മാറ്റമാണ് എന്നൊക്കെയാണ് അവർ വാദിച്ചത്. ഈ ഒരു കാലഘട്ടത്തിൽ സഡൻലി വിമൻ ബിക്കെയിം ആക്റ്റീവ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് ഡിമാൻഡഡ് ആൻഡ് വൺ ദ റൈറ്റ്സ് ടു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ടു എ കരിയർ, ടു ഈസി ഡിവോഴ്സ്, ടു ആൻ അബോർഷൻ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ തങ്ങളുടെ അവകാശം സംരക്ഷിക്കപ്പെടണം എന്ന് ഉറപ്പുവരുത്തുകയും, അതുമാത്രമല്ല ആദ്യ കാലഘട്ടങ്ങളിൽ വോട്ടിംഗ് റൈറ്റ് കിട്ടിയിരുന്നെങ്കിലും പുരുഷന്മാർക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ ഫാമിലിയിലെ പാട്രിയാർക്കി പറയുന്നതിനെതിരെ വോട്ട് അവർ ചെയ്യില്ലായിരുന്നു. പക്ഷേ അതും അവർ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ആ ഒരു വേവിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് ഇസ് തേർഡ് വേവ് ഓഫ് ഫെമിനിസം. ദ തേർഡ് വേവ് ഓഫ് ഫെമിനിസം ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ സഡൻ representation of women at all levels of government. Largely female dominated non-governmental pressure groups have suddenly come to hold massive sway over an increasingly powerful United Nations as well as other international bodies. തേർഡ് വേവ് ഫെമിനിസം ആയപ്പോഴത്തേക്കിനും കൂടുതൽ സ്ത്രീകൾ മുന്നോട്ട് വരികയും കൂടുതൽ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്കൊക്കെ അവർ നോമിനേറ്റ് ചെയ്യപ്പെടുകയും റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതായിരുന്നു ഈ ഒരു വേവിൻ്റെ പ്രത്യേകത. തേർഡ് വേവ് ഫെമിനിസമാണ് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഫെമിനിസം. മെനി ഓഫ് ഹും ആർ ചിൽഡ്രൻ ഓഫ് ഫെമിനിസ്റ്റ് ഫ്രം 1970s. അതുമാത്രമല്ല, തേർഡ് വേവ് ഫെമിനിസം എന്ന് പറഞ്ഞത് ലിബറൽ ഫെമിനിസം പോലെ തന്നെ വളരെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവാണ്. പേഴ്സണലായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് കൂടാതെ മെയിൽ ബയസ്ഡ് ആയിട്ടുള്ള ചില ലാംഗ്വേജ് യൂസേജൊക്കെ മാറ്റം വന്നു തുടങ്ങി. അതായത് ഹിസ്റ്ററി, ഹീറോസ് എന്നൊക്കെ പറയുന്നത് പോലെ ഹിസ് സ്റ്റോറി ഈസ് ഹർ സ്റ്റോറി ഓൾസോ. അതുപോലെ ഹീറോ എന്ന് പറയുന്നതിന് പകരം ഷീറോ എന്നുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ മെൻസ്ട്രേഷൻ പോലുള്ള
ടാബൂസിനെതിരെ ഇവർ ഫൈറ്റ് ചെയ്യാൻ പള്ളികളിലൊക്കെ അതുപോലെ വിമൻ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള എപ്പോഴും പാട്രിയാർക്കലായിട്ടുള്ള ഒരു സമൂഹമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിമനും കുറേയൊക്കെ അവകാശങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങി. അതുമാത്രമല്ല സൊസൈറ്റിയിലും കൂടുതലായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വന്നു തുടങ്ങി. അവർക്കെതിരെയുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ അബ്യൂസിനെതിരെയും അവർ ഫൈറ്റ് ചെയ്തു തുടങ്ങി. സ്ത്രീകളെ കച്ചവട വസ്തുവാക്കുന്ന പോണോഗ്രഫി പോലുള്ള അബ്യൂസിനൊക്കെ എതിരെയാണ് കൂടുതലായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ഇതൊക്കെയായിരുന്നു തേർഡ് വേവിൻ്റെ പ്രത്യേകത. ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു ടേമാണ് റിഫോം ഫെമിനിസം. ദേ ആർഗ്യൂ ദാറ്റ് ദ ബേസിക് പാറ്റേൺ ഓഫ് ദ സൊസൈറ്റി ഈസ് ജനറലി ആക്സെപ്റ്റബിൾ ബട്ട് ദ ചേഞ്ചസ് ആർ നീഡഡ് സോ ദാറ്റ് വിമൻസ് ആർ നോട്ട് പുട്ട് അറ്റ് എ ഡിസഡ്വാൻറ്റേജ് ബൈ ദെയർ സെക്സ്. അതായത് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ വേണം. ഇവർ ഒന്നിനും എതിരല്ല, മദർഹുഡിനും ഒന്നും എതിരല്ല, പക്ഷേ ഒരു കുറേ മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുള്ള രീതിയിൽ ഇന്നത്തെ കാണുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാവണം, ഒപ്രഷൻ കുറയ്ക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റാണ് റിഫോം ഫെമിനിസം എന്ന് പറയുന്നത്. ഇത് ഏതോ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ തോന്നുന്നു, ഓർക്കുന്നില്ല, ഒന്ന് നോക്കി വെച്ചേ. നെക്സ്റ്റ് ഇസ് ഇൻ്റർഗ്രേറ്റീവ് ഫെമിനിസം. ഇതിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും പ്രോമിനൻ്റ് ആയിട്ടുള്ള മാറ്റം വരുത്തണം എന്നുള്ളൊരു വാദഗതിയാണ് ഇൻ്റർഗ്രേറ്റീവ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പം ദേ ആർ ഓൾസോ ആർഗ്യൂയിങ് ഫോർ എ ഫണ്ടമെൻ്റൽ ട്രാൻസ്ഫോർമേഷൻ നോട്ട് ഓൺലി ടു അവർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലൈഫ്സ് ബട്ട് ടു അവർ സോഷ്യൽ കൾച്ചറൽ ആൻഡ് പേഴ്സണൽ ലൈഫ് ആസ് വെൽ. അപ്പം ഇത്തരത്തിലുള്ളൊരു ഫെമിനിസമാണ് ഇൻ്റഗ്രേറ്റീവ് ഫെമിനിസം. ഇതുമൊന്നും ജസ്റ്റ് നോക്കി വെച്ചേക്കാം കേട്ടോ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടൈപ്സ് ഓഫ് ഫെമിനിസം. ഫസ്റ്റ് വൺ ഇസ് ലിബറൽ ഫെമിനിസം. ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ് ഈ ഒരു ലിബറൽ ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റി ഇറ്റ് സെൽഫ് ഡസ് നോട്ട് നീഡ് എ മേജർ ഓവർഹൗൾ ബട്ട് റാദർ laws need to be changed and opportunities have to be opened up to allow women to become equals in society. തുല്യ ഓപ്പർച്യൂണിറ്റീസൊക്കെ കൊടുത്തുകൊണ്ട് സ്ത്രീകൾക്കൊരു ഉന്നമനം, അല്ലാണ്ട് വലിയ മേജറായിട്ടുള്ള ചേഞ്ചസ് വേണമെന്ന് ലിബറൽ ഫെമിനിസ്റ്റുകൾ വാദിക്കുന്നില്ല. ഇതുകൊണ്ടാണ് ഇതിന് ലിബറൽ ഫെമിനിസം എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. Next is socialist feminism. Sometimes it is known as Marxist feminism. Okay, different than liberal feminism in that it emphasizes that true equality will not be achieved without major overhauls within the society, particularly economic overhaul. സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത് ഫണ്ടമെൻ്റൽ ഇനീക്വാലിറ്റീസ് ആണ് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ മുഴുവനായിട്ട് വേരോടെ പിഴുതു മാറ്റി പവേഴ്സൊക്കെ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ ഇക്വാലിറ്റി എന്ന് പറയുന്ന മോഹം നടക്കാൻ പോകുന്നുള്ളൂ. മേജർ മാറ്റങ്ങളില്ലാതെ ഇവയൊന്നും സാധ്യമാവില്ല എന്നാണ് മാർക്സിസ്റ്റ് ഫെമിനിസം അവകാശപ്പെടുന്നത്. നെക്സ്റ്റ് ഇസ് റാഡിക്കൽ ഫെമിനിസം. This is almost similar to socialist feminism in that it emphasizes the need for dramatic social change in order to achieve genuine equality for women. സ്ത്രീകൾക്ക് തുല്യ അവകാശം കിട്ടണമെങ്കിൽ ഒരുപാട് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നേ പറ്റുള്ളൂ, അതും സോഷ്യൽ ചേഞ്ച് തന്നെ വന്നേ പറ്റുള്ളൂ എന്നാണ് റാഡിക്കൽ ഫെമിനിസം ആർഗ്യൂ ചെയ്യുന്നത്. Radical feminists believe that society is extremely patriarchal and until patriarchy is transformed on all levels the systems will remain unjust. എല്ലാ ലെവൽസിലും പാട്രിയാർക്കി ഇങ്ങനെ തുടർന്നു ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ ടോട്ടൽ സോഷ്യൽ സിസ്റ്റം തന്നെ അൺജസ്റ്റായി പോകും, അതായത് നീതിയില്ലാത്ത ഒന്നായി മാറും എന്നാണ് ഇവർ പറയുന്നത്. മെജോറിറ്റി ഓഫ് റാഡിക്കൽ ഫെമിനിസ്റ്റ് ആർ സെപ്പറേറ്റിസ്റ്റ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിവാഹത്തിനൊക്കെ എതിരെയാണ് ഈ ഫെമിനിസ്റ്റുകൾ. അതായത് ഒരിക്കലും ഒരു കോ എക്സിസ്റ്റൻസ് സ്ത്രീയും പുരുഷനും തമ്മിൽ വേണ്ട, ആവശ്യമില്ല, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ് വേണ്ടത്, ഒരു സെപ്പറേറ്റിസം മെയിൻറ്റെയിൻ ചെയ്യണം, രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് വേണം എന്നുള്ള വാദഗതിയാണ് സെപ്പറേറ്റിസ്റ്റ് ഫെമിനിസം. ഓക്കെ, നെക്സ്റ്റ് ഇസ് എ വെരി പോപ്പുലർ ടൈപ്പ് ഓഫ് ഫെമിനിസം ദാറ്റ് ഇസ് എക്കോ ഫെമിനിസം. ഇറ്റ് ഡ്രോസ് ഫ്രം ആൻഡ് ലിങ്ക്സ് ടുഗെദർ ബോത്ത് ദ വിമൻസ് മൂവ്മെൻറ്റ് ആൻഡ് ദ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്. രണ്ടിനെയും ക്ലബ് ചെയ്തുകൊണ്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഫെമിനിസമാണ് എക്കോ ഫെമിനിസം. എക്കോ ഫെമിനിസം ഡ്രോസ് പാരലൽസ് ബിറ്റ്വീൻ ദ ഡോമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബോത്ത് വിമൻ ആൻഡ് നേച്ചർ. സ്ത്രീയെ പ്രകൃതിയോട് ഉപമിച്ചുകൊണ്ട് സ്ത്രീക്കെതിരെയുള്ള അതിക്രമങ്ങൾ പോലെ തന്നെയാണ് പ്രകൃതിക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്നുള്ള രീതിയിലൊക്കെ
ചിന്താധാരകൾ വെച്ച് പുലർത്തുന്നതിനെയാണ് എക്കോ ഫെമിനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ബ്ലാക്ക് ഫെമിനിസം. പോസിറ്റ്സ് ദാറ്റ് sexism and racism are inextricably linked and that sexism will never be overcome while the system is still to be fundamentally racist. വംശീയത അല്ലെങ്കിൽ വംശീയ അധിക്ഷേപങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഇക്വാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു സമൂഹങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ സെക്സിസം, അതായത് ലിംഗ വിവേചനം എന്നും നിലനിൽക്കുന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ബ്ലാക്ക് ഫെമിനിസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു 70കളിലെ വിമൻസ് മൂവ്മെൻറ്റിൽ ആഫ്രിക്കൻ വിമന് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തതിൻ്റെ ബേസിസിലാണ് ഇത്തരമൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായത്. ഹിയർ ബൈ വി ആർ വൈൻഡിങ് അപ്പ് അവർ ലെക്ചർ ഹിയർ. താങ്ക് യു ഫോർ വാച്ചിങ്.